ഇത് പഠിച്ചത് ശരിയായില്ല, ഇനി മുമ്പോട്ട് പോയിട്ട് വലിയ മെച്ചമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ആളുകൾ നോക്കുമ്പോൾ വലിയ നിലയിൽ ആണ് ജോലിയും കാര്യങ്ങളൊക്കെ പോകുന്നെങ്കിലും സന്തോഷവും സംതൃപ്തിയും ഒന്നും കിട്ടാതെ വരുമ്പോൾ വെറുതെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് നിന്നിരുന്നെങ്കിൽ ഫയലുകളിൽ മാത്രമാണ് ഒതുങ്ങേണ്ട സാറ് എത്രയും വിശാലമായിട്ട് മാറി. വീടും സ്ഥലവും ഒക്കെ പണയം വെച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ മറ്റു കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് പോയിട്ടുള്ളവരുണ്ട്. എളുപ്പ വഴിയിൽ ഏതെങ്കിലും കൺസൾട്ടൻസി വഴി ഏജൻസി വഴി എൻട്രി ആകുന്നത് കൊണ്ട് ഇവർ ഒരു മൂന്നാംകട യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് ചെന്നുപെടുക. പെട്ടെന്നൊരു ജോലിയുടെ ട്രെൻഡാണ് അത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊതുവെ ഇമ്പൾസ് കൂടുതലാണ്. പെട്ടെന്നൊരു ജോലിയല്ല, കിട്ടുന്ന ജോലി ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കണം. വലിയ ഫീസ് മുടക്കിയിട്ട് ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് അത് ഡ്രോപ്പ് ചെയ്യാൻ നിൽക്കുന്ന യുവാക്കൾ, വലിയ സാലറി ഉണ്ടായിട്ട് എൻ്റെ പാഷൻ എല്ലാം തിരിച്ചറിഞ്ഞിട്ട് ഇത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന പ്രൊഫഷണൽസ്, ഇവരോട് എന്താ സാറിന് പറയാനുള്ളത്? സാറേ, ഏതൊരു ഘട്ടത്തിലും കരിയറിൽ ഒരു ഷിഫ്റ്റ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഒരു പ്രതിസന്ധി തോന്നുകയാണ്, ഇത് പഠിച്ചത് ശരിയായില്ല, ഇനി മുമ്പോട്ട് പോയിട്ട് വലിയ മെച്ചമില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ടേൺ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഏതൊരു ഘട്ടത്തിലും പഠിക്കാനുള്ള പഠനത്തിന് പറ്റിയ സ്ഥാപനങ്ങളും പഠന വിഷയങ്ങളും ഇന്ന് കൂടി വരികയാണ്, എമേർജ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ ആരാണ്, എനിക്ക് എന്താ വേണ്ടതെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള. അങ്ങനെയെങ്കിൽ അൺഎക്സ്പ്ലോർഡ് പാത്തിൽ പോകാൻ പറ്റും. നോ ബഡി ഹാസ് എറ്റ് ടു ഗോ ഫ്രം മൈ ഹൗസ്. അല്ലെങ്കിൽ ഈ നാട്ടിൽ ആരും പോയിട്ടില്ലാത്ത ചില മേഖലകളിലോട്ട് എനിക്ക് കടന്നു ചെല്ലാൻ പറ്റും. അങ്ങനെ കടന്നു ചെല്ലണമെന്നൊരു ആഗ്രഹം ജനിച്ചാൽ അവിടെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. അവിടെ അവൻ്റെ ലൈഫിൽ വലിയ മുന്നേറ്റത്തിനുള്ള തുടക്കമാണത്. പക്ഷേ ആരെങ്കിലും ഒരു മെൻറ്ററെയോ അവിടെ ഇടപെടാൻ ഒരാളുണ്ടാവണം, അവനൊരു പാത്ത് വേ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ അസസ്മെന്റ് കറക്റ്റ് ആയിരിക്കണം, ഒന്ന് കൃത്യമായി ഗൈഡ് ചെയ്യാൻ ഒരു വ്യക്തി വേണം. തീർച്ചയായിട്ടും. കാരണം ഓൾറെഡി ഒന്ന് തെറ്റി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ പുറത്തുനിന്ന് ആളുകൾ നോക്കുമ്പോൾ വലിയ നിലയിൽ ആണ് ജോലിയും കാര്യങ്ങളൊക്കെ പോകുന്നെങ്കിലും ഒരു ആത്മസംതൃപ്തി കിട്ടുന്നില്ല. സന്തോഷവും സംതൃപ്തിയും ഒന്നും കിട്ടാതെ വരുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു മേഖലയിലേക്ക് യുണീക്ക് ലെവലിലേക്ക് എത്താൻ, അവരുടെ പാഷനിലേക്ക് എത്താൻ വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ യു ടേൺ എടുത്ത് വരുന്നവർ നമുക്കറിയാലോ, സിനിമ ഫീൽഡിൽ തന്നെ നിവിൻ പോളിയും ടൊവിനോയും ഒക്കെ ഈ പറയുന്ന പോലെ എഞ്ചിനീയറിങ്ങും അതുപോലെ MBA ഒക്കെ പഠിച്ചിട്ട് അവർ സിനിമയിലേക്ക് അവരുടെ ആ മേഖല തിരികെ വന്നിട്ടുണ്ട്. അതേപോലെ ബിസിനസ് രംഗത്തേക്ക് കടന്നു വന്നവർ ആ ഒരു ജോലി ചെയ്ത് നിൽക്കുന്നതല്ല, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തി വരുന്ന ബിസിനസ് രംഗത്തേക്ക് വരുന്നവർ. ഇപ്പോൾ കുറച്ച് പേര് വിദേശത്തുനിന്ന് കാഞ്ഞിരപ്പള്ളിയിലൊക്കെ വന്ന് കൃഷി ചെയ്ത് വലിയ എൻ്റർപ്രന്യൂഴ്സായിട്ട് മാറുന്നവരുണ്ട്. ഇനി സാറിന് തന്നെ എനിക്ക് ഒരു വലിയൊരു ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഗവൺമെൻറ് സർവീസിൽ ആയിരിക്കെ തന്നെ സാർ അത് വിട്ട് ഈ പാഷനേറ്റ് ആയിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും, യുവാക്കളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന എത്രയോ സെഷനുകളും പ്രോഗ്രാമുകളുമായിട്ട് ആയിരങ്ങളിലേക്ക് സാറ് എത്താൻ ഇടയായില്ലേ. വെറുതെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് നിന്നിരുന്നെങ്കിൽ ഫയലുകളിൽ മാത്രമാണ് ഒതുങ്ങേണ്ട സാറ് എത്രയോ വിശാലമായിട്ട് മാറി. അത് ഇതിൽപ്പോൾ വേറൊരു ഉദാഹരണം എനിക്ക് പറയാനില്ല എന്ന് തന്നെ വേണം പറയാൻ. സാറേ, നമ്മുടെ നാട്ടിലെ വലിയ ദുഃഖകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ പല വിദ്യാർത്ഥികളും ഒരുപാട് തുക മുടക്കി പഠിക്കാൻ പോയിട്ടുണ്ട്. അതായത് വീടും സ്ഥലവും ഒക്കെ പണയം വെച്ചിട്ട് വിദേശ രാജ്യങ്ങളിലും മറ്റു കോഴ്സുകളൊക്കെ പഠിക്കാനായിട്ട് പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ സാറ് തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ പല യൂണിവേഴ്സിറ്റികളിലും പല രാജ്യങ്ങളിലും സ്കോളർഷിപ്പോട് കൂടി തുച്ഛമായ തുകയ്ക്ക് നല്ല കോഴ്സുകൾ പഠിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് പങ്കുവെക്കാവും. വളരെ മനോഹരമായൊരു ചോദ്യമാണ്. കാരണം ഇത് വളരെ പ്രസക്തമാകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഒരുപാട് പേര് സാറ് പറഞ്ഞ പോലെ കടമെടുത്ത് 40 ലക്ഷം രൂപ അത്രയും കടമെടുത്ത് വിദേശത്തും ഒക്കെ പോകുന്ന ഒരു ട്രെൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സത്യത്തിൽ വിദേശത്തേക്ക് പോകുന്ന ഏറ്റവും മിടുക്കരായ കുട്ടികളാണെങ്കിൽ അവരെ അസസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും അവരെ കാത്തിരിക്കുകയാണ്. അതിലേക്കുള്ള ഒരു ലാംഗ്വേജ് ടെസ്റ്റ് അല്ലെങ്കിൽ അസസ്മെന്റ് നടത്തിയാൽ മതി. അത് നടത്തി അവർ ക്വാളിഫൈഡ് ആണെന്ന് തെളിയിച്ചാൽ മാത്രം മതി. പക്ഷേ അതിന് പകരം എളുപ്പ വഴിയിൽ ഏതെങ്കിലും കൺസൾട്ടൻസി വഴി ഏജൻസി വഴി എൻട്രി ആകുന്നത് കൊണ്ട് ഇവർ ഒരു മൂന്നാംകട യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് ചെന്നുപെടുക. ഹ്യൂജ് എമൗണ്ട് ഫീസായിട്ട് വീണ്ടും അത് ഈ പറയുന്ന കമ്മീഷനായിട്ടും ഒക്കെ എല്ലായിടത്തും ഒക്കെ പോയി കറങ്ങിത്തിരിഞ്ഞ് അതല്ല ഈ കുടുംബത്തിൻ്റെ കടബാധ്യതയിൽ നിന്നല്ലേ തീരുന്നു. എന്നാൽ അത് ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയിൽ വളരെ ഒരു അഡ്മിഷൻ ഫീയും അതേപോലെ തന്നെ വളരെ തുച്ഛമായ ഹോസ്റ്റൽ ഫീസോടും കൂടി സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ വൺ ആൻഡ് ഓൺലി ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരെ കാത്തിരിക്കുന്നുണ്ട്. സാർ, ഇതൊക്കെ നമ്മുടെ യുവാക്കൾക്ക് അറിയാനുള്ള മാർഗം എന്താ? അറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മികച്ച കരിയർ എക്സ്പേർട്ടുകളുടെ ക്ലാസ്സുകളിലൊക്കെ അത്യാവശ്യം ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വിരൽത്തുമ്പിൽ ഈ വിവരങ്ങളെല്ലാം ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു ലീഡിങ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ഇന്ത്യ
എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ChatGPT-യിലൂടെയും അല്ലാതെയും എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ സ്കോളർഷിപ്പിന് സാധ്യത അറിയാൻ എന്തെങ്കിലും പർട്ടിക്കുലർ എന്തെങ്കിലും തീർച്ചയായിട്ടും മികച്ച സ്കോളർഷിപ്പ് സജസ്റ്റ് ചെയ്യാനുണ്ടോ? നമ്മുടെ ഒരു കുട്ടി ഗ്രാജുവേഷൻ പഠിക്കുന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് ന്യൂസ് വരുത്തണം. വെറും 12 രൂപയെ വരെയുള്ളൂ. പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന 35ഓളം പേജസ് ഞാനൊരു 10-12 വർഷമായിട്ട് വരുത്തുന്നതാണ്. എൻ്റെ വീട്ടിൽ അതുകൊണ്ട് അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ പറയുന്ന കുട്ടികൾക്ക് വേണ്ട സെൻട്രൽ പോസ്റ്റുകൾ. അതുകൊണ്ട് കേരളത്തിൽ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് വായിക്കുന്നില്ല, പകരം തൊഴിൽ വാർത്തകളും തൊഴിൽ വീതി വായിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. PSC വഴി ഉള്ള സെൻട്രൽ പോസ്റ്റുകൾ SSCയെ കുറിച്ച്, CDS, SSB, അതേപോലെ തന്നെ ഈ സെൻട്രൽ പോസ്റ്റുകൾ മുഴുവൻ ഓൾ ഇന്ത്യ സർവീസസിലുള്ള നോട്ടിഫിക്കേഷൻ മുഴുവൻ ഇത് വരുത്തണം. 540 രൂപയുള്ളൂ ഒരു വർഷം വരുത്താൻ. അത് ഇനി വരുത്തിയിട്ട് നഷ്ടമാണെങ്കിൽ അത് തൂക്കി വിറ്റാലും അവൻ ആ പൈസ തിരിച്ചു കിട്ടും. ഇനി ഞാൻ പല പിള്ളേരും പറയാറുണ്ട്, പെട്ടെന്നൊരു ജോലിയുടെ ട്രെൻഡാണ് അത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊതുവെ ഇമ്പൾസ് കൂടുതലാണ്. പെട്ടെന്ന് ജോലി കിട്ടണം, ഭയങ്കര സാലറി കിട്ടണം എന്നൊക്കെ ഉള്ള ആവേശത്തിൽ അങ്ങ് പോകും. പക്ഷെ ഞാൻ പൊതുവെ പറയാറുണ്ട്, മികച്ച പഠിക്കാനും ക്ഷമ കാട്ടാൻ തയ്യാറാണെങ്കിൽ പെട്ടെന്നൊരു ജോലിയല്ല, കിട്ടുന്ന ജോലി ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയെ പോലെ 40-ലോ 50-ലോ ഒക്കെയാണ് ആരെങ്കിലും ഒക്കെ ആകുന്നത്. ഇതിപ്പോൾ 30s എത്തുന്നതിന് മുമ്പ് കുട്ടികൾക്ക് എക്സലന്റ് ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇത് കണ്ടെത്തി കൊടുക്കുന്നതും നമ്മുടെ ഇപ്പോഴത്തെ ഒരു സർവീസിൽപ്പെട്ടതാണ്. യെസ്, ഇതാണ് സാറിൻ്റെ യുണീക്നെസ്. ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ യുവാവിൻ്റെ യഥാർത്ഥ യുണീക്നെസ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ ഗൈഡ് ചെയ്ത് എവിടെ എത്തിക്കണോ അവിടെ എത്തിക്കാനുള്ള സാറിൻ്റെ യുണീക്കായിട്ടുള്ള ദൈവികമായിട്ടുള്ള ആ കഴിവ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഹഗ് ഇൻ്റർനാഷണലിൻ്റെ കരിയർ ഗുരുവായി സിനിസാർ തന്നെ വന്നതും. സിനിസാർ കൃത്യമായി നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ യുണീക്കായ മേഖല എന്താണെന്ന് കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സാറിൻ്റെ സപ്പോർട്ട് സ്വീകരിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ അതിനുള്ള പ്രൊവിഷൻ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽസ് വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ റിക്വസ്റ്റ് ഇട്ടാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഒരുക്കി തരുന്നതാണ്. സാറേ, നമ്മുടെ കോളേജുകളിൽ NEP വന്നപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളിതിനെ കണ്ടത്. എസ്പെഷ്യലി ഉച്ചവരെ ക്ലാസ്സുള്ളൂ, ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾക്ക് പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്യാനുള്ള അവസരം വിദേശത്തെ പോലെ. എന്നാൽ ഏറ്റവും ദുഃഖകരമായ കാര്യം, പല വിദ്യാർത്ഥികളും വർക്കിൽ നിന്നും പോകുന്നില്ല. പാർട്ട് ടൈം ചെയ്യുന്നവർ തന്നെ സ്വിഗ്ഗി സൊമാറ്റോയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അവരുടെ പഠന മേഖലയായിട്ട് ബന്ധപ്പെട്ടല്ല. ബാക്കി പല വിദ്യാർത്ഥികളും ഉച്ചയ്ക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയ ഒരു അവസ്ഥ മാത്രമാണ് പലയിടത്തും കണ്ടുവരുന്നത്. ഇവരോട് എന്താണ് സാറിന് പറയാനുള്ളത്?